നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മാലദ്വീപ് സീരീസിലെ അവസാനത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ മാലദ്വീപ്സിലെത്തിയിട്ട് ഇത് ഞങ്ങളുടെ 5ാമത്തെ ദിവസമാണ്. ഇത്രയും ദിവസം ഞങ്ങൾ മാഫുഷി എന്ന് പറഞ്ഞൊരു ഐലൻഡിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ഇന്ന് രാവിലത്തെ ഫസ്റ്റ് ബോട്ടിനെ ഞങ്ങൾ മാഫുഷിയിൽ നിന്ന് മാലദ്വീപ്സിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള മാലിയിലേക്ക് എത്തി. മാലി ജെട്ടിയിൽ ബോട്ടിറങ്ങിയ ഞങ്ങൾ അതിനോട് ചേർന്നുള്ള കുറച്ച് ടൂറിസ്റ്റ് അട്രാക്ഷൻസും കറങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ. മാലദ്വീപ്സ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ്, അതുപോലെ തന്നെ റിപ്പബ്ലിക് സ്ക്വയർ, പ്രസിഡന്റ് ജെട്ടി, ലോക്കൽ മാർക്കറ്റും ഫിഷ് മാർക്കറ്റും, ദ ട്രാവലിംഗ് മോസ്ക് എന്നറിയപ്പെടുന്ന ഒരു മോസ്കും ഞങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്തു. ഈ പറഞ്ഞതെല്ലാം മാലി ജെട്ടിയിൽ നിന്ന് നടക്കാവുന്ന ദൂരത്ത് തന്നെയായിട്ടാണുള്ളത്. ഞങ്ങളിപ്പോൾ കൽഹു വക്കാരു മിസ്കി എന്ന് പേരുള്ളൊരു മോസ്കിൻ്റെ കോമ്പൗണ്ടിലാണുള്ളത്. ഈ മോസ്കാണ് ഇത് ട്രാവലിംഗ് മോസ്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നടന്നപ്പോഴേക്കും എത്തിയേക്കുന്നത് നാഷണൽ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം കുറച്ച് മരങ്ങളൊക്കെ ഉള്ള നല്ല തണലുണ്ട് ഈ ഏരിയയിൽ. ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് എങ്ങനെ കയറാമെന്ന് തപ്പി ഞങ്ങൾ സെക്യൂരിറ്റിയുടെ അടുത്ത് ചെന്നപ്പോഴാണ് പുള്ളി പറയണത് ഇന്നൊരു വെള്ളിയാഴ്ചയാണെന്നും വെള്ളിയാഴ്ചകളിൽ മ്യൂസിയം ഫംഗ്ഷനല്ല എന്നുള്ള കാര്യം. ഇത്രയും നേരം പൊരിഞ്ഞ ചൂടിലായിരുന്നു ഞങ്ങൾ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോകാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. നാഷണൽ മ്യൂസിയത്തിന് പുറമെ ഈ കോമ്പൗണ്ടിൽ വേറെയും കുറേ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ചൈനീസ് സഹായത്തോടുകൂടി ചെയ്തൊരു ബിൽഡിംഗ് ആണെന്നാണ് ഇതിൻ്റെ എൻട്രി ഗേറ്റിലെ ബോർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു 10 മിനിറ്റ് ഞങ്ങൾ നാഷണൽ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള തണലിലിരുന്ന് ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത അട്രാക്ഷൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. നാഷണൽ മ്യൂസിയത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ച് നടന്നപ്പോൾ ഞങ്ങൾ എത്തിയേക്കുന്നത് മാലദ്വീപ്സിലെ ഏറ്റവും വലിയ മോസ്കിൻ്റെ ഫ്രണ്ടിലേക്കാണ്. ഇസ്ലാമിക് സെൻറ്റർ എന്നാണ് ഈ കോമ്പൗണ്ട് അറിയപ്പെടുന്നത്. ഇവിടെ സ്പെസിഫൈ ചെയ്തേക്കുന്ന സമയത്ത് അന്യമതക്കാർക്കും ഇതിൻ്റെ അകത്ത് കയറി സന്ദർശിക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഇസ്ലാമിക് രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി പണിത ഈ സെൻറ്റർ 1984 നവംബറിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ബിൽഡിംഗാണിത്.
മാൽദീവ്സിലെ മാത്രമല്ല സൗത്ത് ഏഷ്യയിലെ തന്നെ വലിയ പള്ളികളിലൊന്നായിട്ടുള്ളത് ഗ്രാൻഡ് ഫ്രൈഡേ മോസ്കും ഈ കോമ്പൗണ്ടിലാണുള്ളത്. ഇതിൻ്റെ ഒഫീഷ്യൽ പേര് മസ്ജിദ് അൽ സുൽത്താൻ മുഹമ്മദ് തക്രുഫാനു അൽ ഔസം എന്നാണ്. മാൽദീവ്സ് ഏകദേശം 15 വർഷക്കാലത്തോളം പോർച്ചുഗീസ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഒരു മാൽദീവിയൻ ഹീറോ ആയിരുന്നു സുൽത്താൻ മുഹമ്മദ് തക്രുഫാനു അൽ ഔസം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ മോസ്കിന് കൊടുത്തേക്കുന്നത്. ഏകദേശം 5000-ഓളം ആളുകൾക്ക് ഒരേ സമയത്ത് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ടുള്ള സൗകര്യമാണ് ഈ മോസ്കിലുള്ളത്. മോസ്കിന് പുറമെ കോൺഫറൻസ് ഹോളും ഇസ്ലാമിക് ലൈബ്രറിയും അതുപോലെ തന്നെ കുറേയധികം ഓഫീസുകളും ഈ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാൽദീവ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു കോമ്പൗണ്ടാണിത്. ഇതുകൂടാതെ മിനിസ്ട്രി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സും ഈ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞങ്ങൾ എത്തിയേക്കുന്നത് വിക്ടറി മോണ്യുമെൻറ്റിൻ്റെ അടുത്തേക്കാണ്. 1988 നവംബർ 3 ശ്രീലങ്കൻ തമിഴ് പുലികൾ മാലി അറ്റാക്ക് ചെയ്യുകയും മാൽദീവ്സ് തങ്ങളുടെ പരിധിയിലാക്കാൻ നോക്കുകയും ചെയ്തായിരുന്നു. അന്ന് മാൽദീവ്സിൻ്റെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സഹായത്തോടു കൂടിയായിരുന്നു അവർക്കെതിരെ പോരാടുകയും പിന്നീട് ആ ശ്രമം പരാജയപ്പെടുത്തുകയും ചെയ്തത്. അന്ന് പോരാട്ടത്തിൽ പങ്കെടുത്ത ഹീറോസിനോടുള്ള ബഹുമാനത്തിലാണ് ഈ വിക്ടറി മോണ്യുമെൻ്റ് ഇവിടെ സ്ഥാപിച്ചേക്കുന്നത്. വിക്ടറി മോണ്യുമെൻറ്റിൻ്റെ സിംബോളിക്കായിട്ടുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. ഇതിലെ സർക്കിൾ സൂചിപ്പിക്കുന്നത് മാലിന്യ ശത്രുക്കൾ വണഞ്ഞതും, പച്ച കളർ സൂചിപ്പിക്കുന്നത് ഇവരുടെ വിജയവും, ചുവപ്പ കളർ സൂചിപ്പിക്കുന്നത് ഈ പോരാട്ടത്തിൽ വീണ ബ്ലഡുമാണ്. വിക്ടറി മോണ്യുമെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഈ കാണുന്നതാണ് സുൽത്താൻ പാർക്ക്. പകൽ സമയമായതും കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, പാർക്ക് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്.
മാലി ഉക്കുറു മിസ്കി കോംപ്ലക്സ് എന്ന പേരുള്ള ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് മാലി ഫ്രൈഡേ മോസ്ക് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇന്ന് മാലിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള സ്ട്രക്ചറാണിത്. ആയിരത്തി 658 ഈ മോസ്ക് പണിതത്. മോസ്കിനോട് ചേർന്ന് നിൽക്കുകയാണ് ഈ മിന്നാരം പണിതത് 1675 ഇന്റർലോക്കിംഗ് കോറൽ ബ്ലോക്സും കൊണ്ട് പണിത ഈ മോസ്കിൽ നമുക്ക് കുറച്ച് കൊത്തുപണികൾ കാണാൻ പറ്റും. യുനെസ്കോ ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാൽദീവ്സിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണിത്. ഈ മോസ്കിൽ മരത്തുമ്മയുള്ള കൊത്തുപണികൾക്ക് പുറമെ കോറൽ ബ്ലോക്സിലും കുറേയധികം കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. പതിനേഴാം നൂറ്റാണ്ടിലെ ശവകുടീരങ്ങളാണ് ഈ കോമ്പൗണ്ടിലുള്ളത്. ഫ്രൈഡേ മോസ്കിനോട് ചേർന്ന് തന്നെയാണ് മാൽദീവ്സ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി. മുള്ളിയേജ് എന്ന പേരിട്ടേക്കണ ഈ പാലസിന്റെ വർക്ക് തുടങ്ങിയത് 1914 ഏകദേശം 5 വർഷം കഴിഞ്ഞ് 1919 ഈ പാലസ് ഒഫീഷ്യലി ഓപ്പൺ ചെയ്തത്. മാൽദീവ്സിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്താണ് ഈ പാലസ് ഉള്ളത്. പ്രസിഡന്റിന്റെ പാലസിനോട് ചേർന്നാണ് മേധു സിയാറ എന്ന പേരുള്ള ഈ മൊസോളിയം ഉള്ളത്. പ്രശസ്തനായിട്ടുള്ള മൊറോക്കൻ പണ്ഡിതൻ അബ്ദുൾ ബർക്കത്ത് യൂസഫ് അൽ ബർബാറി അന്ത്യവിശ്രമം കൊള്ളണ കുടീരമാണിത്. ആയിരത്തി 1153 ഇദ്ദേഹം വഴിയാണ് മാൽദീവ്സിൽ ഇസ്ലാം മതം വന്നെത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പുരാണ കഥകളുടെ അടിസ്ഥാനത്തിൽ അബ്ദുൾ ബർക്കത്ത് യൂസഫ് അൽ ബർബാറി മാൽദീവ്സിലെ ജനങ്ങളെ റണ്ണമാരി എന്ന് പേരുള്ള ഒരു കടൽഭൂതത്തിൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കുകയുണ്ടായി. ഈ റണ്ണമാരി എന്ന് പറഞ്ഞ കടൽഭൂതം കുറേയധികം മാൽദീവിയൻ സ്ത്രീകളെ കൊന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത്. അബ്ദുൾ ബർക്കത്ത് മാൽദീവിയൻസിനെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ച കാരണം രാജാവ് ഇസ്ലാമിലേക്ക് മാറാൻ സമ്മതിക്കാറുണ്ട്.
അബ്ദുൽ ബർക്കത്തിനോടുള്ള ബഹുമാനാർത്ഥം പല മാൽദീവിയൻസും ഇന്നും ഈ മുസോളിയം സന്ദർശിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ വന്നെത്തിയത് പാർലമെൻറ്റ് ഹൗസിൻ്റെ അടുത്തേക്കാണ്. പീപ്പിൾസ് മജ്ലിസ് എന്നാണ് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര്. വലിയ ആർക്കിടെക്ചറൽ വിസ്മയമൊന്നും പറയാനില്ലാത്ത സാധാരണ ഒരു ബിൽഡിംഗാണിത്. മാൽദീവ്സ് പാർലമെൻറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നടന്നതോടുകൂടി ഞങ്ങളിപ്പോൾ എത്തിയേക്കണത് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ്റെ ഓഫീസിൻ്റെ അടുത്തേക്കാണ്. ഇന്ത്യയും മാൽദീവ്സും കൂടി പാർട്ട്ണർഷിപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പ്രൊജക്ട്സിൻ്റെ ഫോട്ടോസ് എല്ലാം നമുക്കിവിടെ മതിലുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ ഇത്രയും നേരം കണ്ട സ്ഥലങ്ങളെല്ലാം നമുക്ക് മാലി ജെട്ടിയിൽ നിന്ന് നടന്നെത്താവുന്ന ദൂരത്തിൽ തന്നെയാണുള്ളത്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിന്നപ്പോഴേക്കും മഴ ചാറി തുടങ്ങി. കുറച്ചു നേരം നിന്നിട്ട് മഴ മാറാണ്ട് വന്നപ്പോൾ ഞങ്ങളൊരു ടാക്സി വിളിച്ച് എയർപോർട്ടിലേക്ക് ഇറങ്ങി. 2018 മാലി സിറ്റിയും എയർപോർട്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ടൊരു പാലം ഇവിടെ വന്നത്. മാലി എയർപോർട്ട് ഒരു ഐലൻഡിലായതുകൊണ്ട് മാലിയിലേക്ക് വരാൻ നേരത്തെ എല്ലാവരും ബോട്ടിനെ ആർന്ന് ആശ്രയിച്ചിരുന്നത്. ഒരു 10 മിനിറ്റ് യാത്ര ചെയ്തപ്പോഴേക്കും ഞങ്ങൾ മാലി എയർപോർട്ടിലേക്ക് എത്തി. ഞങ്ങൾ വളരെ നേരത്തെ എയർപോർട്ടിലേക്ക് എത്തിയ കാരണം കുറച്ച് നേരം അടുത്തുള്ളൊരു ഹോട്ടലിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് തീരുമാനിച്ച് നടക്കുകയാണ്. ഫുൾഹുല ഐലൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ആൽക്കഹോളും സെർവ് ചെയ്യണ ഒരു ഹോട്ടലാണ് കേട്ടോ. ഞങ്ങൾ പൂൾ സൈഡ് റെസ്റ്റോറൻറ്റിൽ കയറി കുറച്ച് ബിയറും ലഞ്ചും എല്ലാം ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് എയർപോർട്ടിലേക്ക് ഇറങ്ങാണ്. ഹോട്ടലിൻ്റെ മിനി ബസ് 15 മിനിറ്റ് ഗ്യാപ്പിൽ ഹോട്ടലിൻ്റെ എയർപോർട്ടിൻ്റെയും ഇടയിൽ ഫ്രീ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് വന്നപ്പോൾ ഈ ബസ് കുറച്ച് നേരം നോക്കിയിരുന്നെങ്കിൽ കാണാത്തതും കൊണ്ട് ഹോട്ടലിലേക്ക് നടക്കാറുണ്ട്. അധികം താമസിക്കാണ്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി തിരിച്ച് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. കഴിഞ്ഞ 5 ദിവസം ഫുൾ ആക്ടിവിറ്റികളിലും മുഴുകിയായിരുന്ന കാരണം എത്ര പെട്ടെന്നാണ് സമയം പോയേക്കണേന്ന് മനസ്സിലാവണല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മാൽദീവ്സ് ടൂർ.
ഫ്ലൈറ്റ് പൊങ്ങി മേലിലെത്തിയപ്പോഴേക്കും ദൂരെയായിട്ട് മാലി എയർപോർട്ട് അതിരിക്കണ ഐലൻഡ് എല്ലാം നമുക്ക് നന്നായിട്ട് കാണാം. ഫാമിലിയായിട്ട് മാൽദീവ്സിലേക്ക് പിന്നീട് ഒരിക്കൽ തിരിച്ചു വരണമെന്ന് തീരുമാനിച്ചാണ് മാൽദീവ്സിൽ നിന്നുള്ള ഈ മടക്കം.